കണക്കെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാരിലൊക്കെ എഴുത്ത് ജോലികൾ ചെയ്യുന്ന നായന്മാരാണ് ഈ മേനോനായി മാറുന്നത്. അതൊരു പദവിയാണ്. നായർ ജാതി വിഭാഗങ്ങളെല്ലാം തന്നെ പല അവരുടെ ഉപജാതി സ്വത്വങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമാനമായ സമുദായമായി സംഘടിക്കുക എന്ന് കരുതുന്നു. അത് വലിയ ഗുണപരമായ മാറ്റം കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒന്നാണ്. ഞാൻ ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. ഈ നായർ എന്ന് പറയുന്ന പദം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാരിൽ ഈ കിരിയവും വെള്ളായ്മയും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. അത് ഒന്ന് ഈ കിരിയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മലബാറിലാണ് അങ്ങനെ പറയുന്നത്. ഉയർന്ന ജാതി നായന്മാരെ പറ്റി പറയുന്നതാണ്. അതിനെ തന്നെ കൊച്ചിയിൽ വെള്ളായ്മ എന്ന് പറയും. പിന്നെ ഇല്ലത്ത് നായരും സ്വരൂപത്തിൽ നായരും ഉണ്ട്. ഇല്ലത്ത് നായർ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്പൂതിരിമാരുടെ ക്ഷത്രിയരുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സ്വരൂപത്തിൽ നായന്മാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഇതിന് ശേഷമുള്ള ആളുകൾ ഈ പറയുന്ന ഇല്ലത്ത് നായരും സ്വരൂപത്തിൽ നായരും അതിന് ശേഷം വരുന്ന നായന്മാരെയാണ് അതിൽ നായർ എന്ന് മാത്രമുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നായർ എന്ന് പറയുന്ന പദം ഈ വിധം സ്ഥാനമൊന്നും കിട്ടാത്ത, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ സ്ഥാനങ്ങളൊന്നും കിട്ടാത്ത സാധാരണ നായന്മാർ തങ്ങളുടെ പേരോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് നായർ എന്ന സ്ഥാനം ചേർക്കുന്നത്. അതായത് അവർക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള വലിയ പദവികളൊന്നുമില്ല. അവരാണ് സാധാരണയായിട്ട് നായർ എന്ന പദം ചേർക്കുന്നത്. പിന്നെ ഈ രാജാവ് കൊടുക്കുന്ന കുറേ പദവികളുണ്ട്. അച്ഛൻ, കർത്താവ്, കൈമൾ, മന്നടിയാർ, പ്രഭുക്കന്മാർക്കുള്ള സ്ഥാനപ്പേരുകളാണ് ഇതൊക്കെ. അതിനുശേഷം പണിക്കര്, കുറുപ്പ്, കുറുപ്പാൾ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കളരിയൊക്കെ വീട്ടിലുള്ള ആളുകൾക്കുള്ളതാണ്. ഈ മേനോൻ എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? അത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എഴുത്തും വായനയൊക്കെ അറിയുന്ന, കണക്കെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാരിലൊക്കെ എഴുത്ത് ജോലികൾ ചെയ്യുന്ന നായന്മാരാണ് ഈ മേനോനായി മാറുന്നത്. അതൊരു പദവിയാണ്.